അങ്ങനെ ഒരിക്കൽ കൂടി അവൾ എൻ്റെ ലൈഫിലേക്ക് കടന്നു വന്നു. ആദ്യത്തേതുപോലെ അൺഅനൗൺസ്ഡ്, അൺഎക്സ്പെക്റ്റഡ്. ഹായ്. ഹായ്. ടെൻഷൻ അടിക്കണ്ട, അവനൊന്നും പറ്റിയിട്ടില്ല. ആക്ച്വലി അവൻ ഈ കണ്ടീഷനിലൂടെ എത്തിച്ചതിന് എങ്ങനെ നന്ദി പറഞ്ഞു എനിക്കറിയില്ല. എക്സ്ക്യൂസ് മീ. അല്ല, നോർമലി ഒരു ആക്സിഡന്റ് ഉണ്ടായാൽ ആരും നിർത്താറില്ലല്ലോ. ലിസൺ, ദിസ് ഇസ് മൈ നമ്പർ. വേണമെങ്കിൽ വീട്ടിൽ പോയിക്കോളൂ, ഞാനിവിടെ തന്നെ ഉണ്ടോ. ഐ കൻ ടേക്ക് യുവർ നമ്പർ. എന്തിനുണ്ട് ഞാൻ വിളിച്ചറിയിക്കാം. താങ്ക് യു, ഞാൻ വിളിച്ചോളാം. ഞാൻ ചോദിക്കാനിരിക്കായിരുന്നു, നമ്മൾ തമ്മിൽ എവിടെയോ കണ്ടിട്ടുണ്ട് എന്നല്ലേ? യൂഷ്വലി അങ്ങനെയല്ലേ ആൺകുട്ടികൾ ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാറ്? ഞാൻ വെറുതെ പറഞ്ഞതാ. ഗോ ഓൺ, എന്താ ചോദിക്കാനുള്ളത്? അത് തന്നെ ചോദിക്കാനുള്ളത്. നമ്മൾ ഇതിനു മുമ്പ് എവിടെ വെച്ച് കണ്ടിട്ടില്ലേ? കഴിഞ്ഞ മാസം നമ്മൾ UB സീറ്റിൻ്റെ അടുത്ത് വെച്ച് കണ്ടിരുന്നു. നിങ്ങൾ എനിക്ക് ടാക്സി ഓഫർ ചെയ്തിരുന്നു. ഐ റിമെമ്പർ യു. ഓഫ് കോഴ്സ്, യെസ്. ഇപ്പോൾ ഓർമ്മ വന്നു. ദാറ്റ് വാസ് യു. അതല്ല, എന്തോ ഒരു ഫീലിംഗ്. നമ്മൾ അതിനു മുമ്പ് എവിടെ വെച്ച് കണ്ടിട്ടില്ലേ? ബാലനെ എനിക്കറിയാം. കുറച്ച് പഴയ ഓർമ്മയാ. പഴയതെന്ന് പറഞ്ഞ സമ്മർ ഓഫ് 99, ദുബായ് ഇന്റർനാഷണൽ സ്കൂൾ. എല്ലാവരും ആനുവൽ എക്സാമിനുള്ള ഫൈനൽ പ്രിപ്പറേഷൻസിലായിരുന്നു. പക്ഷെ എൻ്റെ മനസ്സിൽ ഈ പ്ലാന്റ് മാത്രമായിരുന്നു. സയൻസ് എക്സിബിഷന് വേണ്ടി 3 മാസം ഞാൻ കെയർ ചെയ്ത് വളർത്തിയ ഈ പ്ലാന്റ്. ഐ വാസ് ഇറ്റ്സ് മദർ. എക്സാംസിനൊന്നും ബോദർ ചെയ്യാത്ത ഒരാൾ സ്കൂളിൽ ഉണ്ടായിരുന്നു. നാണയില്ലല്ലോ സ്കൂളിൽ വന്നിട്ട് പഠിക്കാൻ. ഇതെന്താ വെജ് സാൻഡ്വിച്ചോ? നിന്റെ മമ്മിക്ക് എന്താ ചിക്കൻ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ അറിയില്ലേ? ഷേ, നാളെ ചിക്കൻ സാൻഡ്വിച്ച് കൊണ്ടുവന്നില്ലെങ്കിൽ എന്നെ നിനക്ക് അറിയാലോ. പിടി ഓടിയാണ് ഗ്രൗണ്ട് പിടിയാണോ ഓടി കളിക്കുന്നു? ഓടാ. ഡി, നിന്റെ ലഞ്ച് ബോക്സ് എന്തിയെ? എന്റെ വീട്ടിൽ ലഞ്ച് ഉണ്ടാക്കുന്ന എനിക്ക് കഴിക്കാനാ. നീ എന്താ പറഞ്ഞ? എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് നിന്നെ പോലുള്ള ബുള്ളീസ് വെറും ലൂസേഴ്സ് ആണെന്ന്. നീ എന്താ എന്നെ വിളിച്ച്? ബാലൻ, ഗോ ടു യുവർ ക്ലാസ്. കാണിച്ചു തരാട്ടാ. I am a prince. A wicked witch turned me into a duck because of a bad witch. I have to find a princess who will help. I will have to. And Balan, you need to learn your lines. Friday is the final rehearsal. If you don't get it right, then I'll replace you.
ഡയലോഗ് പഠിക്കാതെ മാനേജ് ചെയ്യാൻ ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം. എന്ത് ട്രിക്ക്? ഈ വലിയ ഡയലോഗ് ആണല്ലോ ഏറ്റവും ടഫ്. ഡ്രാമയുടെ സ്റ്റേജിൽ ഞാൻ മുന്നിലും ബാലൻ എന്റെ പുറകിലുമാണല്ലോ. അതെ. ഞാൻ ട്രീ അല്ലേ, എന്റെ ബാക്കിൽ ഈ കടലാസ് ഒട്ടിച്ചു വെച്ചാൽ നിനക്ക് അതിൽ നോക്കി വായിച്ചാൽ പോരെ? ശരിയാണല്ലോ, കൊള്ളാം. ബാലൻ, ഗുഡ് ലക്ക് ബാലൻ. താങ്ക് യു. I am a prince. A wicked witch turned me into a duck. Now I have to find a beautiful princess who will let me to eat on a plate, guys. In my kingdom, nobody have to face fear. And I will have to find. Please, please. Loser? ബാലൻ, you are just a loser. ഇപ്പൊ ഓർമ്മയുണ്ടോ എന്നെ? എന്നെങ്ങനെ മനസ്സിലായി? ഈ അടുത്ത ടൈംസിൽ ഒരു റെസ്റ്റോറൻറ്റ് റിവ്യൂ വായിച്ചിരുന്നു. റൈറ്ററിൻ്റെ പേര് എനിക്ക് സ്ട്രൈക്കായി. ബാലൻ കെ നായർ എന്ന പേരിൽ 2 പേരെ എനിക്കറിയുള്ളൂ. ചുമ്മാ ഒരു ക്യൂരിയോസിറ്റി. ടൈംസ് വെബ്സൈറ്റിൽ ഇയാളുടെ പ്രൊഫൈലിൽ ദുബായ് ഇൻ്റർനാഷണൽ സ്കൂളിൽ നിന്ന് കണ്ടപ്പോൾ എനിക്ക് ഉറപ്പായി. ഫോട്ടോയും കണ്ടിരുന്നു. ആക്ച്വലി അന്ന് നമ്മൾ ആ രാത്രി മീറ്റ് ചെയ്യുന്ന മുമ്പ് ഞാൻ ബാലനെ റാൻഡമായിട്ടൊരു മോളിൽ വെച്ച് കണ്ടിരുന്നു. ബട്ട് അപ്പോഴൊന്നും ഹായ് പറയാൻ തോന്നിയില്ല. Are you okay? Will you excuse me? Just 1 second. ബാലൻ, you are a loser. ആ ഒരൊറ്റ വിളിയിൽ കീരിക്കാടൻ ജോസിൽ നിന്നും കീലേരി അച്ചുവിലേക്ക് ഞാൻ വീണുപോയി. And it was all because of her. എന്തായടാ, അവളെന്ത് പറഞ്ഞു? വർഷങ്ങളായിട്ട് ഓങ്ങി വെച്ചടിയ അവളെ പെണ്ണായിപ്പോയി. ഞാൻ എത്തി അമ്മ. ഹാഫ് ആൻ അവർ. ഓക്കെ. വീട്ടിൽ നിന്നാ അമ്മയെ പിക്ക് ചെയ്ത് ഷോപ്പിങ്ങിന് കൊണ്ടുപോകണം എനിക്ക്. നമ്മൾ വീണ്ടും മീറ്റ് ചെയ്യുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. ഇറ്റ്സ് എ സ്മോൾ വേൾഡ്. താങ്ക്സ് ബാലൻ, ഇവിടെ നിൽക്കുന്ന ഓഫർ ചെയ്തതിന്. ഐ ഹാവ് യുവർ നമ്പർ. ഞാൻ രാവിലെ വരാം. എനിക്ക് വേറെ പണിയുണ്ട്. നീയല്ല അവനോട് കൊണ്ടാക്കിയത്, നീ തന്നെ നോക്കിക്കോ. Your good name, please, madam. Sheila. 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 ബാലൻ കെ നായരും ഷീലയും. ഇതൊരു മാതിരി പേടമാനെ പ്രേമിച്ച മുതലക്കുഞ്ഞൊക്കെ പറയുന്ന മാതിരി ഒരു അവിഞ്ഞ കോമ്പിനേഷൻ. ബീക്കൻ ചേട്ടനല്ലേ ഫേസ്ബുക്കിലെ? ഒരു സെൽഫി എടുത്തോട്ടെ. ചൊറിയൻ എൻ്റെ എനിമി നമ്പർ 2 എന്ന് ഞാൻ വിളിച്ചപ്പോൾ നിങ്ങൾ വിചാരിച്ചാണ് എനിമി നമ്പർ 1 ആരാണ്.
മീറ്റ് മിസ്റ്റർ റോക്കി കെ നായർ. സ്കൂളിലെ ഹെഡ് ബോയ്, ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ, ഹാർട്ട്രോബ്, മോഡൽ സ്റ്റുഡൻറ്റ്, ഹാർവേഡ് യൂണിവേഴ്സിറ്റിയിൽ മെഡിക്കൽ ഡിഗ്രി, സുന്ദരിയായ ഫ്രഞ്ച് ഗേൾ ഫ്രണ്ട്. ഇപ്പോൾ എൻ്റെ പേരൻസിൻ്റെ സ്വന്തം ഹോസ്പിറ്റൽസിൽ CEO ആൻഡ് ചീഫ് സർജൻ. സുഖമാണോ കുഞ്ഞനിയാ? ഞാനിവിടെ എന്ത് ചെയ്യണമെന്നോ? അവനെ കണ്ടോ? മിഥുൻ, എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്. ചാമിങ് ഗായ്. ഞങ്ങൾ കുറച്ച് നാൾ ബോസ്റ്റണിൽ ഒന്നിച്ചിട്ടുണ്ടായിരുന്നു. ഈസ് ക്വൈറ്റ് എ ക്യാച്ച്. നിന്നിൽ നിന്നും അവനിലേക്ക് അവൾക്ക് ഏതായാലും ബുദ്ധിയുണ്ട്. So tell me, little bro, how does it feel to get dumped? എനിക്ക് അറിയാൻ വേണമെന്ന് ചോദിക്കാം. എന്നെ ഇതൊരു പെണ്ണിട്ട് വേറൊരുത്തിനോട് പോയിട്ടില്ല. Come here, baby bro. Rocky! വിടാ! എത്ര നാളെ ഞാൻ നിനങ്ങനെ ഒന്ന് പുളി ചെയ്തിട്ട്? 4-5 കൊല്ലമായി കാണോ? അല്ല, നിന്റെ വീട്ടിലങ്ങനെ ആരും മിസ്സൊന്നും ചെയ്യുന്നില്ല. എന്തായാലും നീ എപ്പോഴും സെക്കൻഡ് ബെസ്റ്റ് ആയിരിക്കും. വേണമെങ്കിൽ ഇടയ്ക്കൊരു വിസിറ്റൊക്കെ നടത്തി പോക്കോ. ഹായ്. ഫ്രണ്ട് ആയിരിക്കും, നല്ല കൂട്ട്. എവിടെ ചെന്നാലും ഇതുപോലെ ഗതി പിടിക്കാത്ത കുറെ ലൂസർ ഫ്രണ്ട്സ് ഉണ്ടാവില്ല. അവള് കൊള്ളാലോ. എന്റെ ഗേൾഫ്രണ്ടോ? നിന്റെ ഗേൾഫ്രണ്ടോ? അവൾക്കെന്താ തലക്കാസമുണ്ടോ? ഞാൻ പോയി സംസാരിക്കണം. ഈ ഇടയെ പറയുന്നു നീ അവന്റെ ഗേൾഫ്രണ്ട് ആണെന്ന്. ആണോ? Why are you with that loser? ഞാൻ അവന്റെ മച്ച് ബെറ്റർ വേർഷനാണ്. ഹിസ് വെരി ഓൺ സക്സസ്ഫുൾ ബ്രദർ. ഇവനെ വിട്ടേക്ക്, എൻ്റെ കൂടെ വാ. I'll show you a much better time. ഇങ്ങനെ ഒരു ബ്രദറുള്ള കാര്യം എന്നോട് പറഞ്ഞില്ലല്ലോ. But I don't blame you. എനിക്ക് ഇങ്ങനെ ഒരു ബ്രദർ ഉണ്ടെങ്കിൽ ഞാനും പറഞ്ഞിട്ടുണ്ടാവില്ല. Ouch! That hurt. Come on darling, നമുക്ക് ന്യൂലി വെഡ്സിനെ പോയി കാണണ്ടേ? ഈ എക്സ് ഗേൾ ഫ്രണ്ട് എനിക്കൊന്ന് പരിചയപ്പെടണം. Well done, little bro. She's a keeper. റോക്കി ചേട്ടനല്ലേ? അതെ. ബാലൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാ, ഉമ്മർ. തടിയാ. എൻ്റെ കയ്യും പട്ടിയുടെ തിരുത്തി. ചെറുപ്പം മുതലേ കേൾക്കുന്നത് ചേട്ടനെ കണ്ടുപിടിക്കും, ചേട്ടനെ കണ്ടുപിടിക്കും. പക്ഷെ ഇതുവരെ എനിക്ക് പഠിക്കാനുള്ളതും അവൻ്റെ ഞാൻ കണ്ടിട്ടില്ല. നല്ല ബെസ്റ്റ് ചേട്ടൻ. അവളെല്ലാവരും നീ കാണായിരുന്നു. നിന്റെ എക്സ് ഗേൾഫ്രണ്ടേയും ആ വട്ട് ചേട്ടൻ്റെ മുമ്പിൽ നമ്മൾ നാണം കെട്ടാണ്. ഇതിപ്പോൾ നീ നിരാശപ്പെട്ടിരിക്കുകയെന്ന് വിചാരിച്ച എല്ലാവരും ഞെട്ടി. ഷീസ് നോട്ട് ബാഡ് അല്ലേ? പിന്നെ അല്ലാണ്ട്. എടാ, അവൾ നമ്മുടെ ദ വൺ അല്ലേ? പക്ഷെ നിന്നെ പോലത്തെ ഒരു മണ്ടനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. വണ്ണം കണ്ട് അവൾ നിന്നെ വെറുപ്പിച്ചു എന്നും പറഞ്ഞ്. ഛേ, എടാ, നിനക്ക് അവളെ ഇങ്ങ് പ്രേമിച്ചൂടെ? ബാലൻ കെ നായർ ആൻഡ് ഷീല. നീ ഒറ്റൊരുത്തൻ എന്നെ ചീത്തയാക്കുന്നു. അല്ല, എന്തായാലും നമ്മൾ അവളെ അന്വേഷിച്ച് കുറെ നടന്നല്ലേ. ഇപ്പം അന്ത പെൺകുട്ടി താൻ ഇന്ത പെൺകുട്ടി. പടച്ചോൻ്റെ ഒരു കളി മോനെ. എടാ, ഒരു രസത്തിന് അവളെ കണ്ടുപിടിക്കാൻ നോക്കിയെന്നുള്ളത് ശരിയാ, പക്ഷെ അത് ശരിയാവില്ല. എന്തായാലും നിനക്ക് നല്ലൊരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട്. നീ അവളെ വിളി, മീറ്റ് ചെയ്യാന്ന് പറ. ആർട്ട് ഗാലറിയോ? വേറൊരു സ്ഥലം കണ്ടില്ലേ മീറ്റ് ചെയ്യാൻ? ഇല്ല. നീ വാ. ഇവിടെ ഞാൻ എന്ത് ചെയ്യാനാ? എടാ, നമുക്ക് നടന്ന് പെയിന്റിങ്സ് ഒക്കെ കാണാന്ന്. നടക്കാനാ? ഞാനില്ല. പോയി കണ്ടു. പോ. ഞാൻ അവിടെ ഉണ്ടാവും. ഹായ്. ഹായ്. ബ്രദർ പോയോ? ആർക്കറിയാം. He was an interesting guy. Yeah. So, ബാലന്റെ പേരൻസ് ഒക്കെ എവിടെയാ? അവരൊക്കെ ഇപ്പോഴും ദുബായിലാണ്. ടിപ്പിക്കൽ ഡോക്ടർ ഫാമിലി. അച്ഛനും അമ്മയും
ഏട്ടനും ഒക്കെ. ആൻഡ് ദ ഹോസ്പിറ്റൽസ്. ബാലന് ഇതിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ലേ? ഏട്ടനായിരുന്നു എല്ലാവരുടെയും പെറ്റ്, ദ ഗുഡ് സൺ. ഞാനാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു ടാലന്റും ഇല്ലാത്ത, മെഡിസിനും താല്പര്യമില്ലാത്ത ഒരു ആവറേജ് സ്റ്റുഡൻറ്. അതൊക്കെ പോട്ടെ, നിങ്ങളെന്താ ദുബായ് വിട്ടത്? അവിടുത്തെ ലൈഫൊന്നും എൻ്റെ പേരൻസിന് ഇഷ്ടമായിരുന്നില്ല. ബട്ട് ബാംഗ്ലൂർ, ഈ സിറ്റിയിലാണ് അവരുടെ നോസ്റ്റാൾജിയ മുഴുവൻ. ഇവിടെയായിരുന്നു അവർ ആദ്യം മീറ്റ് ചെയ്ത്, പ്രേമിച്ചതും കല്യാണം കഴിച്ചതും. ഷീല പഠിച്ചതൊക്കെ? സ്കൂൾ ആൻഡ് കോളേജൊക്കെ ഷിംലയിലായിരുന്നു. സോ വെക്കേഷന് മാത്രം ഇവിടെ വന്നു പോവും. അതുകൊണ്ട് ഇവിടെ അധികം ഫ്രണ്ട്സ് ഇല്ല. ബട്ട് ഐ ലവ് ദിസ് സിറ്റി. ബൈ ദ വേ, why did you do journalism? Let me show you something. Come. The Common Man. Times of India R.K. Lakshmana comic strip. 1950 മുതൽ for over half a century. എൻ്റെ ചൈൽഡ്ഹുഡ് ഹീറോ ആയിരുന്നു ആ മനുഷ്യൻ. ടോട്ടൽ ജീനിയസ്. ശരിക്കും ഒരു കാർട്ടൂണിസ്റ്റ് ആവാനാണ് ഞാൻ ടൈംസിൽ ജോയിൻ ചെയ്തത്. ബാലനെ കണ്ട കാര്യം ഞാൻ പേരൻസിനോട് പറഞ്ഞു. They remember you. Really? ആ പഴയ താറാവിനെ അവർക്ക് നല്ല ഓർമ്മയുണ്ട്. ഒരു ദിവസം വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. എനിവേ, ഞാൻ ഇറങ്ങട്ടെ. It was really nice meeting you. Okay. Bye. Bye. ഷീല, മറ്റന്നാൾ എന്താ പ്ലാൻ? ന്യൂ ഇയേഴ്സ് ഈവ് അല്ലേ? അങ്ങനെ വലിയ പ്ലാനൊന്നുമില്ല. ജസ്റ്റ് സം ഫ്രണ്ട്സിന്റെ കൂടെ ഒരു സ്മോൾ ന്യൂ ഇയേഴ്സ് പാർട്ടി. 12 മണിക്ക് I just want to scream my lungs out. പാർട്ടിക്ക് മുമ്പ് നമുക്കൊരു ഡിന്നർ ആയാലോ? മൈ പ്ലേസ്. ഡിന്നർ കഴിഞ്ഞ് ഞാൻ എവിടെ ഡ്രോപ്പ് ചെയ്യും? നെവർ മൈൻഡ്. I'll see you soon. No. ഞാൻ വരാം. I'll see you there. Okay. Bye. Fly me to the moon, let me play among the stars, and let me see what spring is like on Jupiter and Mars. In other words, hold my hand. You are all I long for, all I worship and adore. In other words, I love you. You are all I long for, all I worship and adore. In other words, please be true. In other words, I love you. Hi. Hi. എന്തെങ്കിലും ഹെൽപ്പ് വേണോ? നോ താങ്ക്സ്. ഒരു 5 മിനിറ്റ് ഞാനതൊക്കെ ഇപ്പം ശരിയാക്കി തരാം. Yeah, sure. It's a beautiful house. Yeah. ഞാനൊന്ന് Oh man. Strangers in the night, exchanging glances, wandering in the night. What were the chances we'd be sharing love before the night was through?
ഉമ്മറിൻ്റെ വാപ്പാടെ വീടാ. ഏതോ ഫ്രഞ്ച് ലീഡർ കയ്യിൽ നിന്ന് മേടിച്ചത്. ഇറ്റ്സ് ഒഫീഷ്യലി ഓൺ സെയിൽ. പക്ഷെ തൽക്കാലം ഞങ്ങളോടൊന്ന് മാറാൻ തീരുമാനിച്ചിട്ടില്ല. എന്നിട്ട് ഉമ്മർ എന്തിയെ? ഉമ്മർ എന്നെ പോലെയല്ല, ഭയങ്കര ബിസിയാ. കഴിക്കാം. ബോൺ അപ്പറ്റീറ്റ്. അന്നത്തെ ബുള്ളിയാണോ ഇതൊക്കെ കുക്ക് ചെയ്ത്? യപ്പ്. സോ എന്തിനായിരുന്നു ഇത്ര എഫേർട്ട് എടുത്തിട്ടൊരു ഡിന്നർ? ഒരു അപ്പോളജി ഒന്ന് കൂട്ടിക്കോ. ഞാൻ ഇത്തിരി റൂഡായിരുന്നു അറിയാം. ഓക്കെ, അപ്പോളജി അക്സെപ്റ്റഡ്. യു എസ് സെയിങ് പഠിത്തത്തിനിടയിൽ ഒരു ബ്രേക്ക്. ഞാൻ പറഞ്ഞില്ലേ ബാലൻ, ഐ ലവ് ദിസ് സിറ്റി. സോ നമ്മ ಬೆಂಗಳೂರಲ್ಲಿ ഒരു ഗ്യാപ്പ് ചെയ്യാം. സോ കല്യാണം, ബോയ് ഫ്രണ്ട്? എന്താ ഇന്റർവ്യൂ എടുക്കാണോ? അതെ. വെൽ, കല്യാണത്തിനെ പറ്റിയൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല. ബട്ട് ബോയ് ഫ്രണ്ട്, ഹിസ് നെയിം ഇസ് രാഹുൽ. അച്ഛൻ്റെ ഒരു ക്ലയൻറ്റിൻ്റെ മകനാ. അങ്ങനെ ബോയ് ഫ്രണ്ട് എന്ന് വിളിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞങ്ങളധികം ടൈം ഒരുമിച്ച് സ്പെൻഡ് ചെയ്തിട്ടില്ല ഇതുവരെ. ഞാൻ ഷിംലയിലായിരുന്നപ്പോൾ രാഹുൽ ഇവിടെയായിരുന്നു. ആൻഡ് ഞാൻ തിരിച്ചു വന്നപ്പോൾ രാഹുൽ ലണ്ടനിലേക്ക് പോയി ഫോർ ഹിസ് MBA. ആക്ച്വലി കഴിഞ്ഞ മാസം വെക്കേഷൻ ഇവിടെയായിരുന്നു. രാഹുൽ, നല്ല പേര്. ആളെങ്ങനെ? രാഹുൽ is this perfect guy, you know, handsome ആണ്, rich and affluent family. രാഹുലിന്റെ ഫാദർ ഇവിടുത്തെ വലിയൊരു ബിൽഡറാണ്. ഓൾ ഇൻ ഓൾ ഒരു ഐഡിയൽ ഹസ്ബൻഡ് മെറ്റീരിയൽ. So you're in love? ജേർണലിസ്റ്റ് തന്നെ. ഇനി എത്ര ക്വസ്റ്റ്യൻസ് ബാക്കിയുണ്ട്? ഞാൻ അത്തരം ഒരു ടിപ്പിക്കൽ പെൺകുട്ടിയല്ല ബാലൻ. എനിക്ക് ഈ ലവ് റൊമാൻസിലൊന്നും വിശ്വാസമില്ല. കോളേജിലൊക്കെ ഒരുപാട് ലവ് സ്റ്റോറീസ് കണ്ടിട്ടുള്ളതാ. അതിൻ്റെയൊക്കെ എൻഡിങ്സ് ട്രാജഡി ആയിരുന്നു. എന്തിനാ വെറുതെ? ഇറ്റ്സ് ടു കോംപ്ലിക്കേറ്റഡ് ഫോർ മൈ ലൈക്കിംഗ്. I don't buy that. എല്ലാ പെൺകുട്ടികളും ഉള്ളിൻ്റെ ഉള്ളിൽ റൊമാൻറ്റിക്സ് അല്ലേ? ഇന്നത്തെ പ്രേമം പ്രാക്ടിക്കലാണ്. ഒരു ബോയ് ഫ്രണ്ട് ഇല്ലെങ്കിൽ ഹസ്ബൻഡിനെ ചൂസ് ചെയ്യുമ്പോൾ 100 കാര്യങ്ങൾ നോക്കണം. എഡ്യൂക്കേഷൻ, ഫാമിലി, ബാങ്ക് ബാലൻസ്, പ്രോസ്പെക്ട്സ്. കഷണ്ടിയാണോ? സി, നമ്മുടെ ജനറേഷന് ഒരുപാട് ഫ്രീഡം നമ്മുടെ പേരൻസ് തന്നിട്ടുണ്ട്. എൻ്റെ കേസിൽ എനിക്ക് തന്നെ എൻ്റെ ലൈഫ് പാർട്ട്ണറെ ചൂസ് ചെയ്യാം. സോ അങ്ങനെ ഒരു ഫ്രീഡം കിട്ടുമ്പോൾ നമ്മൾ പിള്ളേർ നാച്ചുറലി ഇനിയും റെസ്പോൺസിബിൾ ആവും. ഈ പൈങ്കിളി പ്രേമൊക്കെ എൻ്റെ പേരൻസിൻ്റെ കാലത്തെ കാര്യങ്ങളാണ്. So you don't believe in love? ഞാൻ ഇന്ന് വരെ ഈ ലവ് എന്ന സംഭവം എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഇഫ് ഇറ്റ് ഹാപ്പൻസ്, I'll start believing in it. Thank you so much, Balan. This was really lovely. ഞാൻ ഇറങ്ങട്ടെ. ഷീല, പോകുന്നതിന് മുമ്പ് നമുക്കൊരു ഫോട്ടോ എടുത്താലോ? Yeah, sure. Just 1 minute. അന്ന് രാത്രി കളഞ്ഞു കിട്ടിയതാണ്. ഇത്രയും ദിവസമായിട്ട് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. നേരത്തെ തരേണ്ടതായിരുന്നു. സോറി, എന്തോ തരാൻ തോന്നില്ല. മേ ബി ദിസ് ദ റൈറ്റ് ടൈം. ബാലൻ, ഈ ക്യാമറയുടെ ഇമ്പോർട്ടൻസ് അറിയില്ല. താങ്ക് യു. ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചത്, എന്തിനാ ഇങ്ങനത്തെ ഒരു ക്യാമറ? വാട്ട്സ് ദ സ്റ്റോറി? അത് പിന്നെ എപ്പോഴെങ്കിലും പറയാം. ഐ എം ലേറ്റ്. ഓക്കെ, ബൈ. ബൈ. ഇൻഫാക്ട് ബാലൻ എന്നെ ജോയിൻ ചെയ്തൂടെ? I thought you'd never ask. I'll drive. ഇതായിരുന്നു എൻ്റെ പേരൻസിൻ്റെ ആദ്യത്തെ വീട്. മുമ്പ് വാടകയ്ക്കായിരുന്നു, പിന്നെ അവരിത് വാങ്ങി.
ചെറിയൊരു വീടായിരുന്നു ആദ്യം, പിന്നെ അവർ എക്സ്റ്റെൻഡ് ചെയ്തതാ. എൻ്റെ അമ്മയ്ക്കും അച്ഛനും ഒരു തരം ക്രേസാ അവരുടെ പഴയ കാലവും റൊമാൻസും ഒക്കെ. പുറത്തെ തിരക്കുകളിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരും. എനിക്ക് ഇതുപോലത്തെ സ്പേസസ് വളരെ ഇഷ്ടമാണ്. ഈ ഫോട്ടോസ് ഒക്കെ അച്ഛനെടുത്തതാ. റിയലി? യാ ബാലൻ അന്ന് എന്നോട് ചോദിച്ചില്ലേ ആ ക്യാമറയുടെ ബാക്ക് സ്റ്റോറിയെ പറ്റി. ദിസ് ഇസ് ദ സ്റ്റോറി. എൻ്റെ അച്ഛൻ ആദ്യമായിട്ട് കാശ് സേവ് ചെയ്തിട്ട് വാങ്ങിയ ക്യാമറയാണിത്. ഫോട്ടോഗ്രാഫി പുള്ളിക്കാരന് ഭയങ്കര ഇഷ്ടമാണ്. അച്ഛൻ്റെ ഒരു പ്രൈസ്ഡ് പൊസഷനാണ് ഈ ക്യാമറ. അവരുടെ 25th വെഡിങ് ആനിവേഴ്സറിക്ക് ഒരു ഗിഫ്റ്റായിട്ട്. അവരുടെ ലവ് സ്റ്റോറിയിലൂടെ മകളുടെ ഒരു ട്രാവൽ, അതായിരുന്നു ഐഡിയ. അവരുടെ ലവ് സ്റ്റോറിയിലെ ഇമ്പോർട്ടൻറ്റ് സ്ഥലങ്ങളായിരുന്നു ഇതൊക്കെ. ഇന്ന് വെറും റിലിക്സ് മാത്രമാണ് മിക്കതും. ഈ കെമിസ്ട്രി ലാബിലാണ് അവർ ആദ്യമായിട്ട് കണ്ടുമുട്ടിയത്. ഈ റെസ്റ്റോറൻറ്റിലാണ് കോളേജിന് ശേഷം അവർ ഹാങ് ഔട്ട് ചെയ്തിരുന്നത്. ഈ മൂവി തിയേറ്ററിലാണ് അവർ അന്നത്തെ ഹിന്ദി മൂവീസൊക്കെ കണ്ടിരുന്നത്. ഈ പാർക്കിൽ വെച്ചായിരുന്നു അച്ഛൻ അമ്മയെ പ്രപ്പോസ് ചെയ്തത്. ഈ 5 ഫോട്ടോസ് ആയിരുന്നു എൻ്റെ ഗിഫ്റ്റ്. 5 ഫോട്ടോസ്? ഒരു ഫോട്ടോയും കൂടി എടുക്കാൻ ബാക്കിയുണ്ടായിരുന്നു. അപ്പോഴാ ക്യാമറ കളഞ്ഞു പോയത്. ഏതാ സ്ഥലം? സ്ഥലമല്ല, ഈ സ്കൂട്ടറായിരുന്നു 5ാമത്തെ ഫോട്ടോ. ഇതിലായിരുന്നു അവരുടെ യാത്ര മുഴുവനും. ഞങ്ങൾ ദുബായ്ക്ക് പോയപ്പോൾ അച്ഛൻ ഇത് വിറ്റു. ഇതിനു വേണ്ടിയുള്ള സെർച്ച് ആയിരുന്നു ഇതുവരെ. സോ ഫാർ നോ ലക്ക്. Bro, can you help me find the scooter? Okay, give me 2 days time. Thanks. ಈ ಗಾಡಿ ನೋಡಿದ್ಯಾ ನೀನು? ಈ ಗಾಡಿ ನೋಡಿಲ್ಲ, ಇನ್ನೆರಡು ದಿನ ಬಿಟ್ಟು ಹೇಳ್ತೀನಿ. ಹಾಂ, എന്താ? 2 days ശരിയാക്കാന്ന്. 2 days will find it. ಹಾಂ, Thank you. ഓക്കെ. ഷീല കി ജവാനി. ബിസിയാണോ? എങ്കിൽ വേഗം റെഡിയാവും. ഉമ്മർ പിക്കാൻ വരും. നമുക്കൊരു സ്ഥലം വരെ പോവാം. അതൊക്കെ ഉണ്ട്. വരുമ്പോൾ ക്യാമറ കൊണ്ട് എടുത്തു. ജസ്റ്റ് കം. നമുക്ക് ബൈ.